രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ്, പരാതിക്കാരിയുടെ വിവരം വെളിപ്പെടുത്തരുത്, പോസ്റ്റ് ഇട്ടാൽ കേസ്, കമന്റ് ഇട്ടാലും നടപടി എന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ശ്രീജിത്ത്, SP ശ്രീജിത്തിന്റെ ഒരു 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 വാർത്തയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം, ആ ആരോപണങ്ങളിൽ രാഹുലിനെ അനുകൂലിച്ച് ആരും ഒന്നും പറയരുത് എന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് ആരും മിണ്ടരുത്, വാ തുറക്കരുത്. തുറന്നാൽ കേസെടുക്കും, നടപടിയെടുക്കും, അറസ്റ്റ് ചെയ്യും, അകത്തിടും. ഏതുപോലെ രാഹുൽ ഈശ്വറിനെ ഏത് നിലയിൽ പൂട്ടിയോ, അയാളെ ഏത് നിലയിൽ അകത്തിട്ടോ, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചാൽ അവരെയും പൂട്ടുമെന്നാണ് SP ശ്രീജിത്ത് പറയുന്നത്. മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് വീഡിയോ ചെയ്തതിന് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം ഇരയുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ വെളിപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ അത് മേ ബി ഉണ്ടാവും, മേ ബി ഉണ്ടാവില്ല. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി. എന്തൊക്കെയാണെങ്കിലും രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്തു. ആ അവസരത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥര് രാഹുൽ ഈശ്വറിനോട് ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് വീഡിയോകൾ ചെയ്യാൻ പാടില്ല എന്നാണ്. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് വീഡിയോകൾ ചെയ്യാൻ പാടില്ല എന്നാണ് ആര് പറഞ്ഞത്? ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുൽ ഈശ്വറിനോട് ആവശ്യപ്പെട്ടത്. രാഹുൽ ഈശ്വർ ആണെങ്കിൽ അത് പച്ചക്ക് വന്ന് വിളിച്ചു പറയുകയും ചെയ്തു. പോലീസുകാരുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് ഡിവൈസ് എന്തോ കണ്ടെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ അന്ന് മാധ്യമ പ്രവർത്തകരോട് രാഹുൽ ഈശ്വർ വിളിച്ചു പറഞ്ഞു, അവരുടെ മുന്നിൽ വെച്ച് എന്നോട് ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഒരു വീഡിയോയും ചെയ്യരുത്, സംസാരിക്കരുത്, വാ തുറക്കരുത്, മിണ്ടരുത് എന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും സപ്പോർട്ട് ചെയ്യും എന്ന് രാഹുൽ ഈശ്വർ വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അത് തന്നെയാണ് SP ശ്രീജിത്തും പറയുന്നത്. ഏറ്റവും ഒടുവിലത്തെ വലിയ ഒരു 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 നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഭീഷണിയാണ് ഈ പറയുന്ന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടവുമായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും പുകമറകളും വിവാദങ്ങളും ഒക്കെ അത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഒരു പരാതിയായിട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തുകയും അത് അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്ക് കൈമാറുകയും ഒക്കെ ചെയ്തതോടുകൂടി ഈ കാര്യങ്ങളിൽ പല വെളിപ്പെടുത്തലുകളും പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കാണുകയാണ്. ആ വെളിപ്പെടുത്തലുകൾ വന്നതോടുകൂടി ഈ കേസും ഇതിന്റെ ഒരു ലോജിക്കും ധാർമ്മികതയും ഇതിന്റെ നിലനിൽപ്പും ഇതിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ചുമൊക്കെ ജനം വളരെയധികം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ചർച്ച ചെയ്യാൻ തുടങ്ങി എന്നല്ല. ഒരു ഘട്ടത്തിൽ രാഹുലിനെ എതിർത്തവർ പോലും അല്ലെങ്കിൽ രാഹുലിനോട് വിയോജിപ്പ് പ്രകടിച്ച ആളുകൾ പോലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, അതായത് ഈ പരാതിയായിട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ പരാതിക്കാരി തയ്യാറായ ആ നിമിഷം മുതലാണ് ഈ പറയുന്ന പല വെളിപ്പെടുത്തലുകളും പുറത്തേക്ക് വന്നത്. ആ വെളിപ്പെടുത്തലുകൾ വന്നതിന് തൊട്ടു പിന്നാലെ പലരും പലതും തീരുമാനിച്ചു, മനസ്സിലാക്കി എന്നുള്ളതാണ്. അത് വലിയ അർത്ഥത്തിൽ ഈ കേസിന്റെ സ്വഭാവത്തെയും അതിന്റെ നിലനിൽപ്പിനെയും ബാധിക്കുന്ന ഒന്നായി മാറി. എസ്പെഷ്യലി അത് കോടതിയിലേക്ക് എത്തുമ്പോൾ പല കാര്യങ്ങളും, അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതും ചർച്ച ചെയ്യപ്പെടും. അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഹുൽ വിഷയത്തിൽ ഈ പറയുന്നത് ഇരയുടെ പേര് പറയാൻ പാടില്ല, ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. അതിപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം ആരും അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ചെയ്യുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല കേട്ടോ. പക്ഷെ അവിടെയും രാഹുൽ ഈശ്വറിനോട് ഇവർ ആവശ്യപ്പെട്ട ആ ആവശ്യം രാഹുൽ അനുകൂലമായി വീഡിയോ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്നല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുൽ ഈശ്വറിനോട് പറഞ്ഞത്. അത് രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യമാണ്. രാഹുൽ ഈശ്വർ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ആ കാര്യം വിളിച്ചു പറയുന്നത്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ കേൾക്കാതെയോ
അവരാരും അറിയാതെയോ രാഹുൽ ഈശ്വർ ഏതെങ്കിലും എവിടെയെങ്കിലും വീട്ടിലിരുന്ന് റൂമിലിരുന്ന് ക്യാമറക്ക് മുന്നിലിരുന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തു വിട്ടതല്ല. പോലീസിന്റെ കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടെ ഉള്ളപ്പോ അവർ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നപ്പോ ഡിവൈസ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ അവിടെ വെച്ചുകൊണ്ട് പോലീസുകാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് മാധ്യമങ്ങളോട് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോ ആ കാര്യം തന്നെയാണ് ശ്രീജിത്ത് ഇപ്പോൾ പറയുന്നത്. മറ്റൊരു വാക്കിലൂടെ പറയുന്നു എന്ന് മാത്രം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇരയുമായി ബന്ധപ്പെട്ട് ഒന്നും പറയരുത്, ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ അത് നിയമപരമായിട്ട് നമ്മുടെ രാജ്യത്ത് അനുവദനീയമായ ഒരു കാര്യമല്ല. അതിനപ്പുറത്തേക്ക് ഈ രാഹുൽ ഈശ്വറിനോട് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് നിങ്ങൾ സംസാരിക്കരുത് എന്ന് പറയുന്നത് അത് ഏത് നിയമത്തിന്റെ പിൻബലമാണ് അതിനുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചാൽ നിങ്ങളും രാഹുൽ ഈശ്വറിനെ പോലെ അകത്ത് കിടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ എന്താണ് നിയമസാധുത എന്ന് ചോദിച്ചാൽ, ഏത് നിയമമാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അത് പരാതിയായി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയപ്പോൾ അത് കോടതിയിലേക്ക് എത്തുമ്പോൾ അവിടെ ആ കേസ് പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ രാഹുൽ പല തെളിവുകളും ഹാജരാക്കുകയും പ്രോസിക്യൂഷൻ ഞങ്ങൾക്ക് ഇനിയും തെളിവുകൾ ഹാജരാക്കാൻ സമയം തരണമെന്ന് പറയുകയും ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിപ്പോയത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് എന്ന് വെച്ചാൽ എന്താണ് ഇതിനർത്ഥം? ഇതുവരെ സമർപ്പിച്ച തെളിവുകളൊന്നും രാഹുലിനെ പൂട്ടാൻ അല്ലെങ്കിൽ രാഹുലിന്റെ ജാമ്യം നിഷേധിക്കാനുള്ളത് അല്ല, അല്ലെങ്കിൽ അതിന് പര്യാപ്തമായതല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണല്ലോ ഇനിയും ഞങ്ങൾക്ക് തെളിവുകൾ നൽകാൻ ഹാജരാക്കാൻ സമയം തരണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കോടതി, സെഷൻസ് കോടതി ഒരു ദിവസത്തെ സമയം, അതായത് ഇന്നലെ പറഞ്ഞു ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസം വരെ സമയമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ കേസ് കോടതിയിൽ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ്, പ്രോസിക്യൂഷന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന അല്ലെങ്കിൽ പോലീസ് പറയുന്ന, അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന, പ്രോസിക്യൂഷൻ പറയുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പൊളിച്ചെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനും രാഹുലിന്റെ അഭിഭാഷകർക്കും സാധിച്ചു എന്നുള്ളതാണ്. അതിനുള്ള തെളിവുകളും രാഹുൽ മാങ്കൂട്ടം ഹാജരാക്കി എന്നുള്ളതാണ്. അത് കണ്ടപ്പോഴാണ് ഇനിയും തെളിവുകൾ ഹാജരാക്കാൻ ഞങ്ങൾക്ക് സാഹചര്യം വേണം, അവസരം തരണം എന്ന് കോടതിയോട് പ്രോസിക്യൂഷൻ പറഞ്ഞത്. എന്താണെങ്കിലും കോടതി ഒരു ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട്. ആ കോടതി ഒരു ദിവസം സമയം നൽകി. ഇന്നിപ്പോ അതിന്റെ വാദം വീണ്ടും തുടങ്ങും. മേ ബി ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ വാദം തുടങ്ങിയിട്ടുണ്ടാകും. എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഹുലിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്താണെങ്കിലും ഇല്ലെങ്കിൽ, സെഷൻസ് കോടതി അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നില്ലെങ്കിൽ അത് ഹൈക്കോടതിയിലേക്ക് പോകാൻ തന്നെയായിരിക്കും രാഹുലിന്റെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവിടെ ജോർജ് പൂന്തോട്ടം എല്ലാം റെഡിയാക്കി വളരെ കൃത്യതയാർന്ന് മറുപടികളുമായി ജോർജ് പൂന്തോട്ടം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി ജോർജ് പൂന്തോട്ടത്തിന്റെ കോർട്ടിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയുക തന്നെ വേണം. അപ്പോ എന്താണെങ്കിലും ഇന്ന് കോടതിയുടെ വിധി വരുന്ന ദിവസം കൂടിയാണ്. അപ്പൊ അതിനിടയിലാണ് ഇന്ന് രാവിലെ ശ്രീജിത്ത് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം KPCCക്ക് ഒരു പരാതി വന്നിരുന്നു. ആ പരാതി KPCC പ്രസിഡന്റ് DGPക്ക് കൈമാറി. DGP അത് വേറെ ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ട് അവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരത്തിൽ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ പരാതികൾ വരുന്നതും ഈ പറയുന്ന ആദ്യം വന്ന പരാതിയുടെ ജെന്യൂനിറ്റി അത് സ്ഥാപിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള പുതിയ പരാതികൾ ഊരും പേരുമില്ലാത്ത ആളുകളിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്. അത് കോൺഗ്രസിനുള്ള ഒരു ടാപ്പായിരുന്നെങ്കിലും കോൺഗ്രസ് അത് നേരത്തെ കാലത്ത് മുൻകൂട്ടി വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയാനുള്ള ബോധ്യം കോൺഗ്രസിനുണ്ടായി. കോൺഗ്രസ് ഉടനടി അത് ഫോർവേഡ് ചെയ്തു. ബസ് തീർന്നു. കോൺഗ്രസിന്റെ ഭാഗം അവർ ക്ലിയർ ആക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും സതീശൻ പറഞ്ഞതുപോലെ പാർട്ടിക്ക് ഒരു പോറലേൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, പാർട്ടിയെ സംരക്ഷിച്ചു പിടിക്കും. അത് തന്നെയാണ് ഈ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. പാർട്ടിക്ക് മുകളിൽ ഇത്തരത്തിലുള്ള പുകമറങ്ങളുമായി ആര് വന്നാലും അത് പാർട്ടിയെ സംരക്ഷിക്കേണ്ട രീതിയിൽ സംരക്ഷിച്ചു പിടിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് ഇന്നലെ കോൺഗ്രസ് നേതൃത്വം നമുക്ക് മനസ്സിലാക്കി തന്നു.
കോൺഗ്രസ് ട്രാപ്പ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്ക് കൈമാറാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന പരാതി, ആ പരാതി യഥാർത്ഥത്തിൽ അതിൽ പറയുന്നത് പോലെ 23-കാരിയുടെ പരാതിയല്ല എന്നുള്ളതാണ്. അത് കോൺഗ്രസ് കണ്ടുപിടിച്ചിട്ട് കോൺഗ്രസ് അങ്ങോട്ട് കേരളത്തിന്റെ സമൂഹത്തോട് പറഞ്ഞാൽ ഈ അന്തംഗമ്മി അടിമകൾ അത് അംഗീകരിച്ചു തരാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പോലീസ് തന്നെ അത് അന്വേഷിക്കട്ടെ, എന്നിട്ട് അവർ തന്നെ തീരുമാനിക്കട്ടെ പരാതി ആരുടേതാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വളരെ നൈസായിട്ട് അത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് വെച്ചു, കളി അവിടെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് വല്ലാതെ സംസാരിക്കാൻ നിൽക്കേണ്ട. അത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പണിയാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചുറ്റും കഴുകക്കണ്ണുകൾ നിങ്ങളെയും കൊത്തിപ്പറിക്കാൻ തക്കം പാർത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക.